الحمد لله الواحد القهار الصمد الغفار العزيز الرحمن الرحيم. نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. ونشهد أن لا إله إلا الله وأن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. أفأمن أهل القرى أن يأتيهم بأسنا بياتا وهم نائمون. أوأمن أهل القرى أن يأتيهم بأسنا ضحى وهم يلعبون. صدق الله مولانا العلي العظيم. أيها الناس أوصيكم عباد الله وإياي أولا بتقوى الله. ബഹുമാന്യരായ സഹോദരീ സഹോദരന്മാരെ, സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, പ്രിയപ്പെട്ട ജ്യേഷ്ഠാനുജ സുഹൃത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ സൂക്ഷിച്ച് തഖ്വയോടുകൂടി ജീവിക്കുവാൻ നമുക്ക് അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയമുള്ളവരെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഖവിയും മതീനുമാണ്, ശക്തനും പ്രബലനുമാണ്. ഇന്നല്ലാഹ ഖവിയ്യുൻ മതീൻ. അള്ളാഹുവിൻ്റെ പരീക്ഷണങ്ങൾക്ക് മനുഷ്യർ എപ്പോഴും വിധേയമായിക്കൊണ്ടിരിക്കും. ജീവിതത്തിൽ സന്തോഷവും ഉണ്ടാകും, സന്താപവും ഉണ്ടാകും, പ്രതിസന്ധികളുണ്ടാകും, പ്രയാസങ്ങളുണ്ടാകും, വിജയമുണ്ടാകും. ഇതൊക്കെ സ്വാഭാവികമാണ്. എന്നാൽ അനുകൂലമായ സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ കൂടുതൽ അഹങ്കരിക്കുകയോ പ്രതികൂലമായ സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ കൂടുതൽ നിരാശരാകുകയോ ചെയ്യാൻ പാടില്ല സത്യവിശ്വാസികൾ. ഔസ് ഇബ്നു ഹാരിഥ റളിയല്ലാഹു അൻഹു മരണാസന്നനായി കിടക്കുമ്പോൾ തൻ്റെ മകനോട് ഉപദേശിച്ച ഒരു ഉപദേശമുണ്ട്. മോനെ, ജീവിതത്തിൽ 2 ദിനങ്ങളാണുള്ളത്. ഒന്ന് അനുകൂലമായ ദിനവും മറ്റൊന്ന് പ്രതികൂലമായ ദിനങ്ങളും. അനുകൂലമായി വരുന്ന ദിനങ്ങളിൽ നീ ഒരിക്കലും അഹങ്കരിക്കരുത്. നീ അമിതമായി ആഹ്ലാദിക്കുകയും ചെയ്യരുത്. പ്രതികൂലമായി വരുന്ന ദിനങ്ങളിൽ നീ അങ്ങേയറ്റത്തെ ക്ഷമ കൈക്കൊള്ളണം. 2നും അല്പായുസ്സേ ഉള്ളൂ. നമ്മെ സന്തോഷിപ്പിക്കുന്ന ആഹ്ലാദിപ്പിക്കുന്ന ദിനങ്ങൾക്കും അല്പായുസ്സേ ഉള്ളൂ. നമ്മെ ദുഃഖിപ്പിക്കുന്ന, നമ്മെ നിരാശപ്പെടുത്തുന്ന ദിവസങ്ങൾക്കും അല്പായുസ്സേ ഉള്ളൂ. ഒന്നും സ്ഥിരമല്ല. ഈ അടുത്ത ദിവസം CNN ന്യൂസ് ചാനലിൽ വന്ന് അമേരിക്കയിലെ ഹോളിവുഡ് താരമായ പ്രശസ്തനായ ആക്ടർ, ഒരുപാട് അവാർഡുകളൊക്കെ വാങ്ങിക്കൂട്ടിയ ജെയിംസ് വുഡ്സ് വല്ലാതെ വിങ്ങിപ്പൊട്ടി കരയുകയുണ്ടായി. അദ്ദേഹം കരയാൻ കാരണം മറ്റൊന്നുമല്ല, അദ്ദേഹത്തിൻ്റെ ലോസ് ആഞ്ചലസിലെ ആഡംബര വീട് കാലിഫോർണിയയിൽ അടിച്ചു വീശിയ വൈൽഡ് ഫയറിൽ അഥവാ കാട്ടുതീയിൽ അത് നശിച്ചുപോയി. അങ്ങനെ സമ്പത്തും വീടുമെല്ലാം നഷ്ടപ്പെട്ട അദ്ദേഹം ലോകത്തിൻ്റെ മുന്നിൽ വന്നുകൊണ്ട് വല്ലാതെ വിങ്ങിപ്പൊട്ടുകയായിരുന്നു. എന്നാൽ അതിൻ്റെ മുമ്പ് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിൽ, സോഷ്യൽ മീഡിയയിലൂടെ വല്ലാതെ ആഹ്ലാദിച്ചൊരു സമയമുണ്ടായിരുന്നു. അങ്ങ് ഗസയിൽ
പാവപ്പെട്ട സ്ത്രീകളുടെയും കുട്ടികളുടെയും തലക്കുമീതെ ബോംബുകൾ വർഷിച്ച് അവരുടെ വീടുകൾ തകർന്നടിയുമ്പോൾ ആ സമയത്ത് ഫേസ്ബുക്കിൽ അദ്ദേഹം ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. ആ പോസ്റ്റിൽ അദ്ദേഹം പറഞ്ഞത് കിൽ ദം ഓൾ, എല്ലാവരെയും കൊന്നുകളയുക എന്ന്. വീണ്ടും മറ്റൊരു പോസ്റ്റ് കൂടി അദ്ദേഹം ഇട്ടു, നോ സീസ് ഫയർ, നോ കോംപ്രമൈസ്, നോ ഫോർഗിവ്നെസ്. വെടിനിർത്തലില്ല, ഒത്തുതീർപ്പില്ല, മാപ്പില്ല. അതിലും അദ്ദേഹം നിർത്തിയില്ല. പിന്നീട് അദ്ദേഹം മറ്റൊരു പോസ്റ്റ് കൂടി ഇടാണ്, നൈസ് ജോബ് ബൈ ദി വേ, നല്ല പണി അതങ്ങനെ തുടരട്ടെ എന്നാണ് പറയുന്നത്. അതിനോടൊപ്പം അദ്ദേഹം മറ്റൊരു ചിത്രം കൂടി കൊടുത്തിരുന്നു. ബോംബിങ്ങിൽ തകർന്നടിഞ്ഞ വീടിന് സമീപത്ത് തലക്ക് കയ്യും കൊടുത്തുകൊണ്ട് ദുഃഖാർത്ഥയായി കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ഉമ്മയുടെ ചിത്രം. വളരെ ക്രൂരമായി ആ ചിത്രം അദ്ദേഹം അതിലിട്ടുകൊണ്ട് പോസ്റ്റ് ചെയ്തുകൊണ്ട് അദ്ദേഹം പറയാണ്, നൈസ് ജോബ് ബൈ ദി വേ. അങ്ങനെ മനുഷ്യത്വരഹിതമായി, പൈശാചികമായി, ക്രൂരമായി മനുഷ്യർ, സ്ത്രീകളും കുഞ്ഞുങ്ങളും കൊന്നൊടുക്കപ്പെടുമ്പോൾ അദ്ദേഹം വല്ലാതെ ആഹ്ലാദിക്കുകയും അഹങ്കരിക്കുകയും ചെയ്യുകയായിരുന്നു. പടച്ചവൻ ചിലപ്പോഴൊക്കെ വരമ്പത്ത് തന്നെ കൂലി കൊടുക്കുമെന്ന് പറയാറുണ്ടല്ലോ. നമ്മൾ അദ്ദേഹത്തിനുണ്ടായ വിപത്തിൽ ആഹ്ലാദിക്കുകയോ അദ്ദേഹത്തെ പോലെ അഹങ്കരിക്കുകയോ ചെയ്യുകയല്ല. മനുഷ്യന് തിരിച്ചറിവുണ്ടാവണമെന്നാണ് പറയുന്നത്. ഒരു കൂട്ടർക്ക് ദുരിതവും ദുരന്തവും വരുമ്പം അതിൻ്റെ പേരിൽ ആനന്ദ നൃത്തം ചവിട്ടരുത്. ആരായാലും, നമ്മളാണെങ്കിലും ആരാണെങ്കിലും. അവനവനും വരാൻ സാധ്യതയുണ്ട് ദുരന്തങ്ങളും ദുരിതങ്ങളും പ്രയാസങ്ങളുമൊക്കെ. ഇപ്പോൾ നോക്കൂ നിങ്ങൾ, ഈ കഴിഞ്ഞ ആഴ്ചയിലുണ്ടായ സംഭവങ്ങൾ. അമേരിക്കയിലെ കാലിഫോർണിയയിലെ ലോസ് ആഞ്ചലസ് എന്ന് പറയുന്നത് അവരുടെ എൻ്റർടൈൻമെൻറ്റ് ക്യാപിറ്റലാണ്. ന്യൂയോർക്ക് സിറ്റി കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട നഗരമാണ് ലോസ് ആഞ്ചലസ്. സാധാരണ കാലിഫോർണിയയിൽ എല്ലാ വർഷങ്ങളിലും തീപിടുത്തം ഉണ്ടാവാറുണ്ട്. പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായി ഈ തീപിടുത്തത്തിൻ്റെ ഒരു സവിശേഷത എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലോസ് ആഞ്ചലസിലെ ആഡംബര വീടുകളാണ് കത്തി നശിച്ചു പോയത്. ലോസ് ആഞ്ചലസിൽ പൊതുവിൽ ശതകോടീശ്വരന്മാരുടെയും ഹോളിവുഡ് താരങ്ങളുടെയും വലിയ വലിയ സമ്പന്നന്മാരുടെയും അതിസമ്പന്നന്മാരുടെയും ആവാസ കേന്ദ്രമാണ് ലോസ് ആഞ്ചലസ്. അവിടെ അറബ് പ്രമാണിമാർക്കുമുണ്ട്, പല യൂറോപ്യൻ കൺട്രിയിലുള്ള ആളുകൾക്കും, വലിയ വലിയ മുതലാളിമാർക്ക് അഥവാ കോർപ്പറേറ്റ് മുതലാളിമാർക്ക് വലിയ വലിയ കോടിക്കണക്കിന് ഡോളർ വരുന്ന വീടുകളും സമ്പത്തും ഒക്കെ ഉണ്ട്. അതാണ് അഗ്നി നക്കിത്തുടച്ചത്. അവിടെ ഏകദേശം 12,500-ലേറെ വീടുകൾ നശിച്ചു പോവുകയുണ്ടായി. 22 ലക്ഷം കോടി രൂപയുടെ എന്ന് പറഞ്ഞാൽ 25,000 കോടി ഡോളറിൻ്റെ നഷ്ടമുണ്ടാവുകയുണ്ടായി. അമേരിക്ക ഗസ തകർക്കാൻ വേണ്ടി ഇസ്രായേലിനെ സഹായിച്ചത് 2,000 കോടിയാണ്. അതിനേക്കാളൊക്കെ എത്രയോ വലിയ ഭീമമായ നഷ്ടമാണ് അവർക്ക് പടച്ചവൻ വരുത്തി വെച്ചത് എന്ന് നമ്മൾ ചിന്തിക്കണം. നമ്മളതിൻ്റെ പേരിൽ ആഹ്ലാദിക്കുന്നില്ല. കാരണം നമുക്കറിയാം, ആ അഗ്നിബാധയിൽ, ആ കാട്ടുതീയിൽ മനുഷ്യരുടെ ആവാസ കേന്ദ്രങ്ങൾ മാത്രമല്ല, ജന്തുജാലങ്ങളുടെ ആവാസ വ്യവസ്ഥകൾ, പക്ഷിപർവാദികളുടെയും മൃഗാദികളുടെയും ഒക്കെ, ഇതെല്ലാം ജീവനുള്ളതവനാണ്. അതൊക്കെ നമ്മെ സംബന്ധിച്ചിടത്തോളം പ്രകൃതിയെയും ജന്തുക്കളെയും എല്ലാം സ്നേഹിക്കുന്നവരും, അവർക്കൊക്കെ ജീവനുണ്ട്, അവർക്കൊക്കെയും നീതി കിട്ടണമെന്നും ആഗ്രഹിക്കുന്നവരൊക്കെയാണ് നമ്മൾ. പക്ഷേ അള്ളാഹുവിൻ്റെ അലംഘനീയമായ വിധി, ആ വിധി ഒരുപക്ഷെ ലഹറൽ ഫസാദ് ഫിൽ ബർരി വൽ ബഹരി ബിമാ കസബത് ഐദിന്നാസ്, മനുഷ്യർ അവന്റെ കൈകൾ കൊണ്ട് ചെയ്തു കൂട്ടുന്ന ദുഷ്വൃത്തി കാരണമായിട്ട്, ദുഷ്പ്രവർത്തനങ്ങൾ കാരണമായിട്ട് സമുദ്രത്തിലും കടലിലും കരയിലും ഫസാദ് വ്യാപിച്ചിരിക്കുന്നു. കാലാവസ്ഥയുടെ വ്യതിയാനം ഈ തീപിടുത്തത്തിന് കാരണമാണെന്ന് പറയപ്പെടുന്നു. മാത്രമല്ല, അല്ലാഹു സുബ്ഹാനഹു തആലയുടെ ആസൂത്രണമായ നീക്കങ്ങളാണ് പലപ്പോഴും നമ്മളിതിൽ കണ്ടുവരുന്നത്. നമുക്കിത് പ്രകൃതിക്ഷോഭമായിരിക്കാം, അല്ലെങ്കിൽ പ്രകൃതി ദുരന്തമായിരിക്കാം, യാദൃച്ഛികമായി സംഭവിച്ചു പോയതായിരിക്കാം, അതല്ലെങ്കിൽ
3 ഭാഗവും മലകളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു ഭാഗം സമുദ്രതീരത്തുള്ള മലമുകളിൽ നിന്ന് കടിച്ചു വീശുന്ന അതിശക്തമായ കാറ്റിൽ, പൊതുവെ സമ്മർ സീസണിൽ കാലിഫോർണിയയിൽ ഉണ്ടാകുന്ന ഒരു ദുരന്തമായിട്ട് നമുക്കതിനെ വിലയിരുത്താം. പക്ഷെ അള്ളാഹു അങ്ങനെയല്ല ഓരോന്നിനെയും കാര്യങ്ങളെ വിലയിരുത്തുന്നതും ആസൂത്രണം ചെയ്യുന്നതും. അവൻ്റെ തഖ്ദീറും അവൻ്റെ ആസൂത്രണവും നേരത്തെയുണ്ട് എല്ലാ കാര്യങ്ങളിലും. അതിനെ സംബന്ധിച്ച് നമ്മളെപ്പോഴും ബോധവാനായിരിക്കണം. പരിശുദ്ധ ഖുർആൻ പറയുന്നത് അഫ അമിന അഹ്ലുൽ ഖുറാ അൻ യഅതിയഹും ബഅസുനാ ബയാതൻ വഹും നായിമൂൻ. ഒരു നാട്ടുകാരൻ നിർഭയരാകേണ്ടതില്ല. അൻ യഅതിയഹും ബഅസുനാ, നമ്മുടെ ശിക്ഷകളും പരീക്ഷണങ്ങളും അവരെ വന്നു ഭവിക്കുന്നതിനെ സംബന്ധിച്ച് വഹും നായിമൂൻ, അവർ രാത്രി ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ വരും. അഫ അമിന അഹ്ലുൽ ഖുറാ അൻ യഅതിയഹും ബഅസുനാ ളുഹം വഹും യൽഅബൂൻ. പകൽ സമയങ്ങളിൽ മധ്യാഹ്നവേളകളിൽ അവർ കളിച്ചുകൊണ്ടിരിക്കുമ്പോഴും അള്ളാഹുവിൻ്റെ ശിക്ഷയും പരീക്ഷണങ്ങളും വന്നു ഭവിക്കുന്നതിനെ സംബന്ധിച്ചും ജനങ്ങൾ വെറുതെ നിർഭയരായി കഴിയണ്ട. എന്നിട്ട് അള്ളാഹു പറയുന്നുണ്ട് അഫ അമിനു മക്റല്ലാഹ്, അള്ളാഹുവിൻ്റെ തന്ത്രത്തെ സംബന്ധിച്ച് അവർ നിർഭയരാവുകയാണ്. അടിവരയിട്ടുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സത്യവിശ്വാസികളായ സഹോദരി സഹോദരന്മാർ മനസ്സിലാക്കേണ്ട ഒരു വാക്കാണ് അഫ അമിനു മക്റല്ലാഹ്. അള്ളാഹുവിൻ്റെ മക്ർ, അള്ളാഹുവിൻ്റെ തന്ത്രമാണിതൊക്കെ. ഈ ശിക്ഷകളും പരീക്ഷണങ്ങളുമൊക്കെ അള്ളാഹുവിൻ്റെ നേരത്തെ കാലേ കൂട്ടിയുള്ള ആസൂത്രണത്തിൻ്റെ ഭാഗമായിട്ട് അവൻ ചില തന്ത്രങ്ങൾ മെനയുകയാണ്. അത് വെരി പ്ലാൻഡ് ആണ്. അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഒന്നും യാദൃച്ഛികതയല്ല. അത് ചില പാഠങ്ങൾ മനുഷ്യന്മാരെ പഠിപ്പിക്കുന്നതിന് വേണ്ടിയാണ്. അള്ളാഹു പറയാണ് വലാ യഅ്മനു മക്റല്ലാഹി ഇല്ലൽ ഖൗമുൽ ഖാസിറൂൻ. നഷ്ടക്കാരായ ആളുകളല്ലാതെ അള്ളാഹുവിൻ്റെ ഈ മക്രിനെ സംബന്ധിച്ച്, അള്ളാഹുവിൻ്റെ തന്ത്രത്തെ സംബന്ധിച്ച് ആസൂത്രകനും സംവിധായകനും സംരക്ഷിക്കാനും സംഹരിക്കുവാനും കഴിവുള്ള സർവശക്തനും ജഗനിയന്താവുമായ അള്ളാഹുവിൻ്റെ ഈ തന്ത്രത്തെ സംബന്ധിച്ച് ഈ നഷ്ടക്കാരായ ചിന്തിക്കാൻ ശേഷിയില്ലാത്ത മനുഷ്യന്മാരല്ലാതെ അതിനെ സംബന്ധിച്ച് ബോധവാന്മാരല്ലാതെ ആവുകയില്ല എന്നാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നത്. സൂറത്ത് അറാഫിലെ 97, 98, 99 ആയത്തുകളിലാണ്. പ്രിയമുള്ളവരെ, എന്തിനു വേണ്ടിയാണ് ഇത്? അള്ളാഹുവിൻ്റെ വലിയ ശിക്ഷയാണെന്നൊന്നും നമ്മൾ പറയുന്നില്ല. അള്ളാഹുവിൻ്റെ ശിക്ഷ അത് സത്യനിഷേധികൾക്ക് വരാനിരിക്കുന്നേ ഉള്ളൂ. അത് പരലോകത്താണ്. അനീതി കാണിക്കുന്നതിനും അക്രമം കാണിക്കുന്നതിനും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പരീക്ഷണം വരും. അത് അള്ളാഹുവിൻ്റെ ശിക്ഷ വരും. അത് അങ്ങ് പരലോകത്ത് വെച്ചിട്ടാണ്. ഇവിടെ എന്താ അറിയോ? ഇവിടെ കണ്ണ് തുറക്കാൻ വേണ്ടിയാണ്. ഇവിടെ ആർക്കാണെങ്കിലും, മുസ്ലിമീങ്ങൾക്കാണെങ്കിലും അമുസ്ലിമീങ്ങൾക്കാണെങ്കിലും അള്ളാഹുവിൻ്റെ പരീക്ഷണങ്ങൾ വന്നുകൊണ്ടിരിക്കും. സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർ കണ്ണ് തുറക്കും. അകക്കണ്ണ് തുറന്നു വെച്ചുകൊണ്ട് അവർ വിനയാന്വിതരായി പടച്ച റബ്ബിന്റെ മുന്നിൽ അവർ സാഷ്ടാംഗം നമിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട് വലഖദ് അർസൽനാ ഇലാ ഉമമിൻ മിൻ ഖബ്ലിക ഫഅഖദ്നാഹും ബിൽ ബഅസാഇ വൽ ളറാഇ ലഅല്ലഹും യതളറഊൻ. തീർച്ചയായിട്ടും താങ്കളുടെ മുൻഗാമികളിലേക്കും നാം ദൂതന്മാരെ അയച്ചിട്ടുണ്ട്. എന്നിട്ടോ ഫഅഖദ്നാഹും ബിൽ ബഅസാഇ വൽ ളറാഇ, കഷ്ടപ്പാടുകൾ കൊണ്ട് പ്രയാസങ്ങൾ കൊണ്ട് അവരെ നാം പിടികൂടിയിട്ടുമുണ്ട്. എന്തിന്? അള്ളാഹുവിൻ്റെ ഉദ്ദേശം മനസ്സിലാക്കണം. എന്തിന് പ്രകൃതി ദുരന്തങ്ങൾ? എന്തിന് പരീക്ഷണങ്ങൾ? ലഅല്ലഹും യതളറഊൻ, അഹങ്കരിക്കാതെ വിനയാന്വിതരായി തങ്ങളുടെ നിസ്സാരത മനസ്സിലാക്കി റബ്ബിന്റെ ശക്തിയും അവന്റെ കഴിവും ഉൾക്കൊണ്ടുകൊണ്ട് അള്ളാഹുവിന്റെ മുന്നിൽ വിനയാന്വിതരായി, അള്ളാഹുവിന്റെ മുന്നിൽ താൻ നിസ്സാരനാണെന്ന ബോധ്യത്തോടുകൂടി കീഴ്പ്പെട്ടു കൊടുക്കുക. അള്ളാഹുവിന് പൂർണ്ണമായ വിധേയത്വം, പൂർണ്ണമായ കീഴ്പ്പെട്ടു കൊടുക്കൽ. അതിനുവേണ്ടിയാണ് പടച്ച തമ്പുരാൻ ഇത്തരം പരീക്ഷണങ്ങൾ കൊണ്ട് ലോകത്തെ പരീക്ഷിക്കുന്നത്, നമ്മെ പരീക്ഷിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇതൊക്കെ അള്ളാഹുവിന്റെ പ്ലാൻ ആണെന്ന് പറഞ്ഞല്ലോ. ലോസ് ആഞ്ചലസിലെ സംഭവങ്ങൾ ഇങ്ങനെ പഠിക്കുമ്പോൾ നമ്മുടെ തൊട്ടടുത്തുള്ളത് ഇപ്പോൾ അതാണ്. അതിനു മുമ്പ് പ്രകൃതി ദുരന്തങ്ങളുണ്ട്, പലതും നമ്മൾ പഠിക്കണം. എല്ലാം നമ്മുടെ കണ്ണുകൾ തുറപ്പിക്കാനുള്ള റബ്ബിന്റെ ദൃഷ്ടാന്തങ്ങളാണ്. അത് വയനാട്ട് ദുരന്തമാണെങ്കിലും, അത് ഭൂകമ്പമാണെങ്കിലും, തുർക്കിയിലുണ്ടാകുന്ന ഭൂകമ്പങ്ങളാണെങ്കിലും, അത് സുനാമിയാണെങ്കിലും, നമ്മുടെ നാട്ടിലൂടെ ഒഴുകിപ്പോയ പ്രളയമാണ് എങ്കിലും എല്ലാം നമ്മുടെ കണ്ണ് തുറപ്പിക്കാൻ വേണ്ടിയാണ്. മുഅ്മിനായ മനുഷ്യൻ അതിനെ സംബന്ധിച്ച് ചിന്തിക്കും. അവൻ ചിന്തിക്കും, പടച്ച തമ്പുരാൻ നോക്കണേ, കഴിഞ്ഞ 2 വർഷങ്ങളിൽ വല്ലാത്ത മഴയായിരുന്നു കാലിഫോർണിയയിൽ. പക്ഷേ കഴിഞ്ഞ ഈ മാസം 8 മാസങ്ങളായിട്ട് അവിടെ വല്ലാത്ത വരൾച്ചയുമാണ്.
ആ 2 മഴയിൽ 2 വർഷത്തെ കൂടുതൽ കിട്ടിയ മഴയിൽ അവിടെയുള്ള മുഴുവനും ചെടികളും വൃക്ഷങ്ങളും എല്ലാം തടച്ചു വളർന്നു. ആളുകളത് ആഘോഷിച്ചു. നല്ല മഴ, നന്നായിട്ട് ചെടികളൊക്കെ വളർന്നു നിൽക്കുന്നു. അള്ളാഹു നല്ല അനുഗ്രഹം നൽകുകയാണ്. എന്നിട്ട് പിന്നെ ഒരു വല്ലാത്തൊരു വരൾച്ച, ഒരു വരണ്ട കാലാവസ്ഥ, എല്ലാം ഉണങ്ങിപ്പോകുന്നു. ആ ഉണങ്ങൽ എന്തിനായിരുന്നു എന്ന് ഇപ്പോൾ നമുക്ക് മനസ്സിലാകുന്നു. പടച്ച തമ്പുരാൻ ഒരു തീപ്പൊരിയിടുന്നു, പിന്നെ ഒരു കാറ്റുമടിക്കുന്നു. ആ തീപ്പൊരിയിൽ, ആ കാറ്റടിക്കുന്നതിൽ ആ നാട് മുഴുവൻ കത്തിപ്പോവുകയാണ്. മലകൾ കത്തുന്നു, നാടുകളിലേക്ക് വരുന്നു, ആഡംബര വീടുകൾ തകർക്കുന്നു, എല്ലാം അഗ്നി നക്കി തുടച്ചു വൃത്തിയാക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഇതെല്ലാം അള്ളാഹുവിന് നേരത്തെ തന്നെ ഒരുപാട് പ്ലാനുകളുണ്ട്. പടച്ച റബ്ബ് നമ്മോട് പരിശുദ്ധ ഖുർആനിൽ തന്നെ പറയുന്നുണ്ട്, അനുഗ്രഹങ്ങൾ കൊണ്ട് ആദ്യം പരീക്ഷിക്കും. അനുഗ്രഹങ്ങൾ തരും, സമ്പത്ത് നൽകും, സൗകര്യങ്ങൾ നൽകും, ആരോഗ്യം നൽകും, നല്ല സുസ്ഥിതി നൽകും. ആ സമയത്ത് നിങ്ങൾ അള്ളാഹുവിനെ അനുസരിക്കുന്നുണ്ടോ, അള്ളാഹുവിനെ അനുസരിക്കുന്നുണ്ടോ, അവനെ നന്ദി കാണിക്കുന്നുണ്ടോ എന്നവൻ നോക്കും. നന്ദി കാണിക്കുന്നില്ലേ, പിന്നെ ബഅ്സാ കൊണ്ട്, ദർറാ കൊണ്ട്, കട്ടപ്പാടുകൾ കൊണ്ട്, ദുരിതങ്ങൾ കൊണ്ട് നിങ്ങളെ പരീക്ഷിക്കും. അപ്പോൾ അള്ളാഹുവിലേക്ക് ഖേദിച്ച് പശ്ചാത്തപിച്ച് അഹന്ത ഒഴിവാക്കി കീഴ്പ്പെട്ട് വിനയാന്വിതരായ റബ്ബിലേക്ക് മടങ്ങുന്നുണ്ടോ എന്നവൻ നോക്കും. എന്നിട്ടും നിങ്ങൾ അത് ചെയ്യുന്നില്ലെങ്കിൽ പിന്നെ റബ്ബ് പറയുന്നുണ്ട്, പിന്നെ ഒരു പിടുത്തം പിടിക്കും. ആ പിടുത്തം ദുനിയാവിൽ വെച്ച് കൊണ്ട് തന്നെ വല്ലാത്തൊരു പിടുത്തമായിരിക്കും. ആദ്യ സമൂഹ ഗോത്രങ്ങൾ അങ്ങനെ പിടിച്ചിട്ടുണ്ട്. ആദ്യ സമൂഹ ഗോത്രങ്ങൾ എന്ന് പറഞ്ഞാൽ അത് വമ്പിച്ച ശക്തിയുള്ള നൂഹ് നബിക്ക് ശേഷം വന്ന വലിയൊരു ജനവിഭാഗമായിരുന്നു. അവർക്ക് പടച്ചവൻ ഒരുപാട് നിഅമത്ത് നൽകി. അവർ ഭയങ്കര ശരീരമുള്ള ആൾക്കാരാണ്, ഭയങ്കര ശക്തന്മാരാണ്, നല്ല ആരോഗ്യമുള്ളവരാണ്, ആജാനുബാഹുക്കളാണ്. അവർ വലിയ വലിയ അമ്പരചുംബികളായ കെട്ടിടങ്ങളൊക്കെ ഉണ്ടാക്കി, അവർ വലിയ വീടുകൾ ഉണ്ടാക്കി, അതിൽ ആർഭാടപൂർവമായിട്ടുള്ള ജീവിതം അവർ നയിച്ചു. അങ്ങനെ പടച്ചവനെ വിസ്മരിച്ചു. അവരെ സംബന്ധിച്ച് പറയുന്നത് അവരെ സ്തംഭങ്ങളുടെ ഉടമകൾ എന്നാണ് പരിശുദ്ധ ഖുർആൻ അവരെ വിശേഷിപ്പിക്കുന്നത്. വലിയ വലിയ സ്തംഭങ്ങൾ, അവരുടെ അധികാരത്തിന്റെയും അഹന്തയുടെയും ചിഹ്നമായി വലിയ ബിൽഡിങ്ങുകൾ. സമൂഹ ഗോത്രത്തെ സംബന്ധിച്ച് പറയുന്നത് വലിയ മലകൾ തുരന്നുണ്ടാക്കിയിട്ട് അവർ വലിയ ഭവനങ്ങളും വീടുകളും കൊത്തുപണികളും ശില്പഭംഗിയുള്ള ഭയങ്കര വീടുകളൊക്കെ ഉണ്ടാക്കി അങ്ങനെ ശക്തന്മാരായി. ഇന്നത്തെ പോലെ ടെക്നോളജി വളർന്നിട്ടില്ല, പക്ഷെ ആ കാലഘട്ടത്തിൽ അവരുടെ കഴിവ് കൊണ്ടും ശക്തി കൊണ്ടും അവർ ഇന്നത്തെ പോലും അത്ഭുതപ്പെടുത്തുന്ന നിലയിലുള്ള ബിൽഡിങ്ങുകളൊക്കെ ഉണ്ടാക്കിയിരുന്നു. പക്ഷെ അവരഹങ്കരിച്ചപ്പോഴോ ഞങ്ങളുടെ കയ്യിലാണ് എല്ലാ ശക്തിയും എന്ന് പറയുന്നവരുണ്ടല്ലോ. ഞങ്ങളുടെ കയ്യിൽ ടെക്നോളജി ഉണ്ട്, സാങ്കേതിക വിദ്യയുണ്ട്, ഞങ്ങളുടെ കയ്യിൽ ശാസ്ത്രജ്ഞന്മാരുണ്ട്, ഞങ്ങൾക്ക് എന്തും ചെയ്യാൻ പറ്റും, ഞങ്ങളുടെ കയ്യിൽ ആയുധക്കോപ്പുകളുണ്ട്, ഞങ്ങളുടെ കയ്യിൽ സമ്പത്തുണ്ട്, ഞങ്ങളെ വെല്ലാൻ ആരുണ്ട് എന്ന് അമേരിക്കയും സാമ്രാജ്യത്വ ശക്തികളും യൂറോപ്യൻ കൺട്രീസും ചോദിക്കുന്നത് പോലെ പാവപ്പെട്ട ദരിദ്ര രാഷ്ട്രങ്ങളുടെ മേൽ തങ്ങളുടെ ഏകാധിപത്യത്തിന്റെ ദണ്ഡുകൾ അടിച്ചേൽപ്പിക്കുന്നത് പോലെ അക്കാലഘട്ടത്തിൽ സമൂദിന്റെയും ആദിന്റെയും ജനവിഭാഗം ചോദിച്ച ചോദ്യത്തെ സംബന്ധിച്ചും പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, അന്യായമായിട്ട് ആദ് സമുദായം, ഹൂദ് നബിയുടെ സമുദായമാണ് ആദ് സമുദായം. ആ ആദ് സമുദായം അഹങ്കരിച്ചപ്പോൾ അവർ ചോദിച്ച ചോദ്യമുണ്ട്, മൻ അശദ്ദു മിന്നാ ഖുവ്വ, ഞങ്ങളെക്കാൾ ശക്തന്മാരായിട്ട് ആരുണ്ട് ഈ ലോകത്ത് എന്നവർ ചോദിച്ചു. അവരഹങ്കരിച്ചു അവരുടെ ശക്തിയിൽ. ആ സമയത്ത് അല്ലാഹു പറയാണ്, അവലം യറൗ, അവർ കാണുന്നില്ലേ, അവർ ചിന്തിക്കുന്നില്ലേ, അന്നല്ലാഹല്ലദീ ഖലഖഹും ഹുവ അശദ്ദു മിൻഹും ഖുവ്വ, അവരെ സൃഷ്ടിച്ച പടച്ച തമ്പുരാൻ അവരെക്കാൾ എത്രയോ കഴിവുള്ളവനാണ് എന്ന് അവർ ചിന്തിക്കുന്നില്ലേ. വകാനൂ ബിആയാതിനാ യജ്ഹദൂൻ, അവരുടെ മുന്നിൽ പടച്ച റബ്ബിന്റെ ദൃഷ്ടാന്തങ്ങൾ ഒരുപാട് പ്രത്യക്ഷപ്പെട്ടിട്ടും അതിനെ അവർ നിഷേധിക്കുകയുണ്ടായി. അപ്പോൾ റബ്ബ് എന്ത് ചെയ്തു? ഫഅർസൽനാ അലൈഹിം റീഹൻ സർസറൻ, അതിഘോരമായ കൊടുങ്കാറ്റിനെ അവരിലേക്ക്, ഉഗ്രമായ കാറ്റിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞയച്ചു. ഫി അയ്യാമിൻ നഹിസാത്തിൻ, അവർക്ക് ഏറ്റവും പ്രയാസകരമായ ആ ദുരിതപൂർണമായ ദിവസങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുങ്കാറ്റിനെ പറഞ്ഞയക്കുകയാണ്. എന്തിന്?
ലിനുദീഖഹും അദാബൽ ഖിസ്യ്, നിന്ദ്യതയുടെ ശിക്ഷ അവരെ ആസ്വദിപ്പിക്കാൻ വേണ്ടി. വമ്പന്മാരാണ്, ശക്തന്മാരാണെന്ന് അഹങ്കരിച്ച് നടക്കുന്നവർ, അവരെ സംബന്ധിച്ചിടത്തോളം അവർ നിസ്സാരന്മാരാണ് എന്നവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി പടച്ചവൻ ശിക്ഷിക്കും. നോക്കണം നിങ്ങൾ, എത്ര നിസ്സഹായരായിട്ടാണ് ലോകത്തെ ഏറ്റവും വലിയ വൻ ശക്തി ഈ വലിയ കാട്ടുതീ അണക്കാൻ കഴിയാതെ എത്ര നിസ്സഹായരായിട്ടാണ് അവർ നിലകൊള്ളുന്നത്. തീ ഇങ്ങനെ വരുന്നത് കാണുകയാണ്, നേരത്തെ മുന്നറിയിപ്പും കിട്ടിയിരുന്നു, പക്ഷെ ആ തീ അണക്കാൻ അവർക്ക് കഴിയുന്നില്ല. ജലസംഭരണികളിൽ വെള്ളമില്ല. അവർ വെള്ളം കൊണ്ടുപോയിട്ട് ഹെലികോപ്റ്ററിലും മറ്റും ഒക്കെയായിട്ട് അവിടെ കൊണ്ടുപോയിട്ട് വെള്ളം വിതറാൻ വേണ്ടി ശ്രമിക്കുന്നു. ഈ തീക്ക് മുന്നിൽ എന്തു വെള്ളം? നിങ്ങൾ നിസ്സഹായരാണ് മനുഷ്യരെ, നിങ്ങൾ നിസ്സഹായരാണ് മനുഷ്യരെ, നിങ്ങൾ നിന്ദ്യരാണ് മനുഷ്യരെ, നിങ്ങൾക്ക് കഴിവില്ല, എന്റെ കഴിവിന്റെ മുന്നിൽ നിങ്ങൾ ഒന്നുമല്ല എന്ന് പടച്ച റബ്ബ് അവരെ ബോധ്യപ്പെടുത്തുകയാണ്. ചിന്തിക്കാൻ ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ നമ്മളെന്ന് ആലോചിച്ചു പോവുകയാണ്. എന്നാൽ സത്യനിഷേധികൾ അപ്പോഴും ചിന്തിക്കൂല. അവരെ സംബന്ധിച്ചിടത്തോളം ഖസത്ത് ഖുലൂബുഹും, അവരുടെ ഹൃദയങ്ങൾ കഠിനമായി കൊണ്ടേയിരിക്കുകയാണ്. ലിനുദീഖഹും അദാബൽ ഖിസ്യി ഫിൽ ഹയാത്തി ദുനിയ, ഈ ദുനിയാവിൽ അവരെ ചില നിന്ദ്യമായ ശിക്ഷകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല രുചിപ്പിക്കുവാൻ വേണ്ടിയാണ് ഇതൊക്കെ. വല അദാബുൽ ആഖിറ, ഇതോടുകൂടി അവസാനിക്കുന്നില്ല ആഖിറത്തിലെ ശിക്ഷ. അഖ്സാ വഹും ലാ യുൻസറൂൻ, ആഖിറത്തിലെ ശിക്ഷ ഏറ്റവും നിന്ദ്യമാണ്, അവർ അവിടെ സഹായിക്കപ്പെടുക ഇല്ല തന്നെ എന്ന് പരിശുദ്ധ ഖുർആൻ സൂറത്ത് ഫുസ്സിലത്തിൽ 15-16 ആയത്തുകളിൽ വ്യക്തമാക്കുകയാണ്. സഹോദരി സഹോദരന്മാരെ, ഈ ഭൗതികമായ അർത്ഥത്തിലുള്ള പരീക്ഷണങ്ങൾ സത്യവിശ്വാസികൾക്കും വരൂട്ടോ. പ്രകൃതി ദുരന്തങ്ങളിൽ മുഅ്മിനീങ്ങളും മുസ്ലിമീങ്ങളും നിരപരാധികളും എല്ലാം ആ ദുരന്തങ്ങൾക്ക് ഇരയായിക്കൊണ്ടിരിക്കും. അതില് അള്ളാഹുവിന്റെ യുക്തി പലതാണ്. നമുക്ക് സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ യുക്തിയെ സംബന്ധിച്ച് നമുക്കറിയില്ല, പടച്ചവന്റെ യുക്തി വലുതാണ്. പക്ഷെ ഹദീസിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, അത്തരം പ്രകൃതി ദുരന്തങ്ങളിൽ മുഅ്മിനീങ്ങളായ ആളുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ പ്രതിഫലം നൽകിക്കൊണ്ട്, സാധാരണയുള്ള മരണത്തെക്കാൾ കൂടുതൽ ഷഹാദത്തിന്റെ പ്രതിഫലം നൽകിക്കൊണ്ട് അവന്റെ സ്വർഗീയമായ ലോകത്തേക്ക് കൊണ്ടുപോയി ഈ ദുനിയാവിലുള്ള വീടിനേക്കാളും ഈ ദുനിയാവിലുള്ള സുഖത്തിനേക്കാളും നല്ല മറ്റൊരു സുഖത്തിലേക്കുള്ള ഒരു സ്ഥാനമാറ്റം, ഒരു ചേഞ്ചാണ് അവരെ സംബന്ധിച്ചിടത്തോളം പ്രകൃതി ദുരന്തങ്ങൾ. നമ്മെ സംബന്ധിച്ചിടത്തോളം പ്രകൃതി ദുരന്തങ്ങളിൽ കൊല്ലപ്പെടുന്ന ഒരു മുസ്ലിമിനെ കണ്ടാൽ നമുക്ക് വേദന തോന്നും. അവൻ അംഗവിച്ഛേദം സംഭവിക്കുന്നു, അവന് ചാലിയാറിലൂടെ ഒരുപാട് ദൂരം ഒഴുകിപ്പോകുന്നു. പക്ഷെ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഭൗതിക ശരീരത്തിന് ഒരു പ്രസക്തിയില്ല. പടച്ച റബ്ബിന്റെ അടുക്കലേക്ക് അവന്റെ അർവാഹിനെ കൊണ്ടുപോയിട്ട് ഏറ്റവും നല്ല ആദരണീയമായ സ്ഥാനത്തിരുത്തിയിട്ട് അപ്പൊ അവൻ അവിടെ നിന്ന് വിചാരിക്കുന്നുണ്ടാകും, ഈ ജനങ്ങളൊക്കെ എന്ത് പൊട്ടന്മാരാണ്, ഇവരൊക്കെ എന്ത് വിഡ്ഢികളാണ്, എനിക്ക് റബ്ബ് നൽകിയ സൗകര്യങ്ങളും വീടുകളും ഇതല്ലേ ഈ ശാശ്വതമായ ലോകത്ത് ഞാൻ അനുഭവിക്കേണ്ട സുഖങ്ങളൊക്കെ ഇരട്ടി ഇരട്ടിയായിട്ട് പടച്ചവൻ എനിക്ക് നൽകുന്നു എന്ന്. എന്നാൽ സത്യനിഷേധികളെ സംബന്ധിച്ചിടത്തോളം അതേ ദുരന്തം തന്നെ സ്വബറില്ലാത്ത സത്യനിഷേധികളെ സംബന്ധിച്ചിടത്തോളം അതെന്നെ നരകത്തിലേക്കുള്ള അവരുടെ യാത്രയുമായിരിക്കും. അങ്ങനെ പരിശുദ്ധ ഖുർആന്റെ വെളിച്ചത്തിൽ നമുക്കതിന് മനസ്സിലാക്കാൻ കഴിയും. സത്യനിഷേധികളെ സംബന്ധിച്ചിടത്തോളം അത് ശിക്ഷയായിരിക്കും, സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അത് ഗുണകരമായിരിക്കും. ഒരേ സംഭവത്തെ ശിക്ഷയായിട്ടും ഗുണമായിട്ടും പടച്ചവന് മാറ്റിമറിക്കാൻ കഴിയുന്നതാണ്. എൻ്റെ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, അതുകൊണ്ട് അള്ളാഹുവിൻ്റെ എന്തു ചെയ്യണം? നമ്മൾ നമ്മുടെ മുന്നിലുണ്ടാകുന്ന ദുരന്തങ്ങളും പ്രകൃതിക്ഷോഭങ്ങളും ഒക്കെ കാണും എന്തുണ്ടാവണം? അള്ളാഹുവിലേക്ക് ധാരാളമായിട്ട് അടുക്കുക, അള്ളാഹുവിലേക്ക് ധാരാളമായിട്ട് അടുക്കുക, അവനിലേക്ക് ഇസ്തിഗ്ഫാർ ചെയ്ത് മടങ്ങുക. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് എന്തൊക്കെയോ സൂചനയായിട്ടാണ് നമ്മുടെ മുന്നിൽ പലപ്പോഴും പ്രകൃതി ദുരന്തങ്ങളെ മുന്നോട്ട് വെക്കുന്നത്. അപ്പോൾ ചിന്തിക്കണം സത്യവിശ്വാസി, ചിന്തിച്ചുകൊണ്ട് പടച്ച റബ്ബിലേക്ക് മടങ്ങാൻ കഴിയണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരം നല്ല ചിന്തകൾ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അശ്റഫിൽ മുർസലീൻ وعلى آله وصحبه أجمعين. إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما. اللهم صل على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد. يا أيها الذين آمنوا اتقوا الله حق تقاته
ولا تموتن إلا وأنتم مسلمون. പ്രിയപ്പെട്ട സഹോദരീ സഹോദരന്മാരെ, അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുക, മുസ്ലിമായിട്ട് മാത്രം മരിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈമാൻ സലാമത്താക്കി തരുമാറാവട്ടെ. നമ്മുടെ പരിശ്രമങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല കബൂൽ ചെയ്യുമാറാവട്ടെ. പ്രിയമുള്ള സഹോദരീ സഹോദരങ്ങളെ, ശുഭവാർത്തകൾ നമ്മളിപ്പോൾ പലസ്തീനിൽ നിന്ന് കേൾക്കുകയാണ്. അൽഹംദുലില്ലാഹ്, അവിടെ സമാധാനത്തിൻ്റെ ആകാശം തെളിഞ്ഞു വരുന്നതായി നമുക്ക് ഇപ്പോൾ ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വരുന്നതോടുകൂടി അവിടെ സമാധാനമുണ്ടാകും. വഞ്ചകരാഷ്ട്രമായ സയനിസ്റ്റ് രാഷ്ട്രം അത് ലംഘിക്കുമോ എന്ന് നമുക്കറിയില്ല. എങ്കിലും ഒരു പ്രതീക്ഷയുടെ തക്ബീറിൻ്റെ അലയൊലികൾ മുടങ്ങുകയാണ്. ഫലസ്തീനിൻ്റെ തകർന്നടിഞ്ഞ കെട്ടിടങ്ങൾക്കിടയിൽ നിന്ന് സത്യവിശ്വാസികളായ പിഞ്ചുബാലന്മാരുടെയും സ്ത്രീകളുടെയും പെരുന്നാളിൽ ചൊല്ലുന്ന തക്ബീറിൻ്റെ ഈണത്തിൽ അവർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. അവർക്ക് പെരുന്നാളാണ് ഈ ദിവസങ്ങൾ. അവരെ സംബന്ധിച്ചിടത്തോളം വിജയത്തിൻ്റെ ദിവസങ്ങളാണ്. എന്നാൽ സത്യനിഷേധികളെ സംബന്ധിച്ചിടത്തോളം, സയനിസ്റ്റ് രാഷ്ട്രത്തെ സംബന്ധിച്ചോളം അപമാനത്തിൻ്റെ ദിവസങ്ങളാണ്. അവരുടെ ലക്ഷ്യങ്ങളൊന്നും സാക്ഷാത്കരിക്കാതെ തന്നെ ഫലസ്തീനിൽ സമാധാനം വരികയാണ്. അവർ ലക്ഷ്യം വെച്ചത് ഒന്ന്, സൈനിക നീക്കത്തിലൂടെ മുഴുവൻ ബന്ദികളെയും അവർ മോചിപ്പിക്കുമെന്നാണ്. മറ്റൊന്ന്, ഹമാസ് എന്ന പ്രസ്ഥാനത്തെ അഥവാ ഫലസ്തീനിലെ പോരാട്ടത്തെ പൂർണ്ണമായും തുടച്ചു നീക്കുമെന്നാണ് അവർ പറഞ്ഞിരുന്നത്. പക്ഷെ രണ്ടും അസാധ്യമായിരിക്കുകയാണ്. ഒരുപക്ഷെ 1,00,000-ഓളം ആളുകൾ ജീവൻ നൽകേണ്ടി വന്നു. അതിലും ഹമാസിന്റെ നേതൃനിരയിലുള്ള പലരും രക്തസാക്ഷികളായി അള്ളാഹുവിലേക്ക് അവർ പറന്നുപോയി. ഒരുപാട് കെട്ടിടങ്ങൾ, 90% കെട്ടിടങ്ങളും അവരെ തകർന്നുപോയി. അവരുടെ ജീവിത ആവാസ വ്യവസ്ഥകൾ മുഴുവനും തകർന്നു തരിപ്പണമായി. പക്ഷേ അപ്പോഴും അവർ വിജയചിഹ്നവും വിജയത്തിൻ്റെ തക്ബീറും മുഴക്കുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം ജീവനഷ്ടം പരാജയമല്ല. അവർ മനസ്സിലാക്കുന്നത് ഇസ്ലാം നിലകൊള്ളുന്നത് അത് നേതാക്കന്മാരിലൂടെ ആണ് എന്നവർ വിശ്വസിക്കുന്നില്ല. അവരെ സംബന്ധിച്ചിടത്തോളം മുഹമ്മദ് യാസീനോ റന്തീസിയോ ഇസ്മയിൽ ഹനിയയോ യഹ്യാ സിൽവാനോ ആരിലൂടെയുമല്ല അവരുടെ ദീന് നിലനിൽക്കുന്നത്. അവരുടെ ദീന് നിലനിർത്തുന്നത് സർവശക്തനായ അല്ലാഹു റബ്ബുൽ ഇസ്സത്താണ് എന്നുറച്ചു വിശ്വസിക്കുന്നവരാണ് അവർ. അവർക്ക് ചരിത്രമറിയാം, അവർക്ക് ദീനിനെ അറിയാം. അവർക്കറിയാം റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്തായി പോയിട്ടുണ്ട്. നബി വഫാത്താകുമ്പോൾ ഇനി എന്ത് ദീനെന്ന് ചോദിച്ചവരുണ്ട്. നബി ഉഹദിന്റെ പോർക്കളത്തിൽ കൊല്ലപ്പെട്ടു എന്നുള്ള കിംവദന്തി പരന്നപ്പോൾ പലരും അവരുടെ ആയുധമിട്ടെറിഞ്ഞുകൊണ്ട് പിന്തിരിഞ്ഞു പോയപ്പോൾ വമാ മുഹമ്മദുൻ ഇല്ലാ റസൂലുൻ ഖദ് ഖലത് മിൻ ഖബ്ലിഹിമുർ റുസുൽ എന്ന് പറഞ്ഞുകൊണ്ട് പരിശുദ്ധ ഖുർആൻ സത്യവിശ്വാസികളോട് പറയുന്നുണ്ട്, മുഹമ്മദ് നബി ഒരു ദൂതൻ മാത്രമാണ്. കഴിഞ്ഞു പോയ 1.25 ലക്ഷത്തോളം വരുന്ന പ്രവാചകന്മാരെ പോലെയുള്ള റബ്ബിന്റെ ഒരു ദൂതൻ മാത്രമാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്തായി പോകും, പക്ഷെ അള്ളാഹു എന്നെന്നും ജീവിച്ചിരിക്കുന്നവനാണ്. റസൂല് പോകും, അബൂബക്കർ സിദ്ദീഖും പോയി, ഉമറുൽ ഫാറൂഖ് രക്തസാക്ഷിയായി, അലി ഇബ്നു അബീ ത്വാലിബും ഉസ്മാൻ ഇബ്നു അഫ്ഫാനും രക്തസാക്ഷികളായി. സഹാബാക്കൾ പലരും, ഇസ്ലാമിന്റെ ആദ്യ കാലഘട്ടത്തിലെ സഹാബത്ത് മുഴുവനും പോയി. ഇസ്ലാം അതിശീഘ്രം വളർന്നു. ഇവരുടെയൊക്കെ വഫാത്തിന് ശേഷമാണ് ലോകത്തിന്റെ 1/3 ജയിച്ചടക്കി വൈജയന്തി പറത്തിക്കൊണ്ട് ഇസ്ലാം അതിശീഘ്രം മുന്നേറിയത്. സ്പെയിനിലൂടെ, സിസിലിയിലൂടെ, ഇന്ത്യയിലൂടെ ലോകത്തിന്റെ 1/3 ഇസ്ലാമിന്റെ സമാധാനത്തിന്റെ പതാക പാറിപ്പറക്കുകയുണ്ടായി. ഒരാളെ കൊണ്ടുമല്ല ഇസ്ലാം നിലനിൽക്കുന്നത്. ഇസ്ലാം പരീക്ഷണങ്ങളുടെ മുന്നിൽ തലകുനിക്കുകയില്ല. ദുർബലരാവുകയോ കീഴൊതുങ്ങി കൊടുക്കുകയോ ചെയ്യുകയില്ല. ഇസ്ലാം സിന്ദ ഹോതാ ഹൈ ഹർ കർബലാ കെ ബാദ്. കർബലകൾക്ക് ശേഷം ഇസ്ലാം മരിക്കുകയില്ല, ഇസ്ലാം ജീവിച്ചിരിക്കുകയാണ് ചെയ്യുക. ഇസ്ലാം കി ഫിത്രത്ത് മേ ഖുദ്റത്ത് നെ കശിസ്തി ബി ജിസ്കാ ഉത്നാ ദബാഊംഗാ ഉത്നാ ഹേ വോ ഉബരേഗാ. ഇസ്ലാമിനൊരു പ്രകൃതിപരമായ ഒരു സ്വഭാവമുണ്ട്. എത്ര കണ്ടതിനെ അടിച്ചമർത്തുന്നുവോ അതിലേറെ ശക്തിയോടുകൂടി അത് ഉയർത്തെഴുന്നേറ്റുകൊണ്ടേയിരിക്കുന്നതാണ്. ആ സത്യമാണ്, ആ സത്യത്തിൽ വിശ്വസിക്കുന്നവരാണ് ഫലസ്തീനിലെ നമ്മുടെ സഹോദരന്മാർ.
അവർ ദുർബലരായില്ല, ശത്രുവിന്റെ മുന്നിൽ അവർ കീഴടങ്ങി കൊടുത്തില്ല. അവർ ധീരമായി പോരാടി. അവരുടെ കെട്ടിടങ്ങൾ അവരെ തകർത്തു, നേതാക്കന്മാരെ തകർത്തു. 600,000 വരുന്ന മുസ്ലിമീങ്ങളെ അവർ കൊന്നൊടുക്കി. 100,000 വരുന്ന മുസ്ലിമീങ്ങളെ അവർ മുറിവേൽപ്പിച്ചു. പക്ഷേ അവരുടെ വിശ്വാസത്തിന്, അവരുടെ ഇച്ഛാശക്തിക്ക്, അവരുടെ ആത്മവിശ്വാസത്തിന് തരിമ്പ് പോലും ക്ഷതമേൽപ്പിക്കുവാൻ അവർക്ക് സാധിച്ചില്ല. ആളുകളെ കൊന്നൊടുക്കിയപ്പോഴും ഈമാനിനെ കൊല്ലാൻ അവർക്ക് കഴിഞ്ഞില്ല. ഈമാൻ പൂർവോപരി സജീവമായി അവരുടെ മനസ്സുകളിൽ ജ്വലിച്ചു നിന്നു. അതിന്റെ തെളിവാണ് ഈ അമേരിക്കൻ, യൂറോപ്യൻ, ഇസ്രയേലി ശക്തികൾ ഈ പൈശാചികമായ തമ്മാടി കൂട്ടുകെട്ടിന്റെ അച്ചുതണ്ട്, ആ അച്ചുതണ്ട് പഞ്ചപുച്ഛമടക്കി ഈ കൊച്ചു സംഘത്തിന്റെ മുന്നിൽ കരാർ ഒപ്പിടാൻ, സീസ്ഫയർ, വെടിനിർത്തൽ, അതിന് ഒപ്പിടാൻ വന്നത്. അതല്ല എങ്കിൽ ഒരിക്കലും ഈ ധിക്കാര തമ്മാടി രാഷ്ട്രങ്ങൾ ഈ വളരെ ദുർബലരായ, ഞങ്ങൾ ഇപ്പോൾ ഇതാ നശിപ്പിച്ചു കളയും എന്ന് അഹങ്കാരം നടിച്ച ഈ പാവപ്പെട്ട മനുഷ്യരുടെ മുന്നിൽ ഇരുന്ന് ഒപ്പിടാൻ മുന്നോട്ട് വരുമായിരുന്നില്ല. അവർ പരാജയപ്പെട്ടു. ഒരു ഫലസ്തീനിന് പകരം, ഒരു ഇസ്രയേലിന് പകരം 50 ഫലസ്തീനുകളെ ഇങ്ങോട്ട് കൊടുക്കണം. ഏത് വ്യവസ്ഥയിലാണ് ഇതുണ്ടാവുക? ഇത് അന്തസ്സിന്റെ വ്യവസ്ഥയാണോ? അഭിമാനത്തിന്റെ വ്യവസ്ഥയല്ലേ? ഒരു ഇസ്രയേലിയെ ബന്ദിയെ ഞങ്ങൾ അങ്ങോട്ട് തരാം, പകരം ഞങ്ങളുടെ 50 സഹോദരന്മാരെ ഇങ്ങോട്ട് തരണമെന്ന് അന്തസ്സോട്, അഭിമാനത്തോടു കൂടി പറയുന്നു. ഇസ്രയേൽ സൈന്യം ഞങ്ങളുടെ നാട് വിട്ട് പോകണം എന്ന് അഭിമാനത്തോടു കൂടി പറയുന്നവർ വിജയികളാണ്. അവർക്കെത്ര ആൾനഷ്ടം സംഭവിച്ചാലും, ഭൗതികമായ നഷ്ടം സംഭവിച്ചാലും അവരെ തോൽപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. അവരെ കൊല്ലാനും ഭൗതികമായി തകർക്കാനുമേ കഴിഞ്ഞിട്ടുള്ളൂ. അതൊരു പക്ഷേ സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം പരാജയമല്ല, അവരുടെ ഈമാനിന്റെ വിജയമാണ്. ഈമാൻ കരുത്താർജിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ഖുദ്സിന്റെ വിമോചനം വരെ ഈ പോരാട്ടം തുടരുമെന്നുള്ള ശുഭപ്രതീക്ഷ ഫലസ്തീനിന്റെ മണ്ണിൽ നിന്ന് നമുക്ക് നൽകുകയാണ്. പശ്ചിമേഷ്യ ഇതാ ഞാൻ നരകമാക്കാൻ പോകുന്നു എന്ന് വീമ്പ് പറഞ്ഞവന്റെ നാട് തന്നെ നരകത്തിന്റെ ലക്ഷണമായ അഗ്നിബാധ കണ്ടത് നാം കണ്ടതാണ്. തിരിച്ചടികൾ പടച്ചറബിന്റെ മാർഗത്തിൽ ഉറച്ചു നിൽക്കുമ്പോൾ അള്ളാഹുവിന്റെ സഹായങ്ങൾ ശത്രുവിന് ആഘാതങ്ങൾ ഏൽപ്പിക്കുവാനും നിന്യത സമ്മാനിക്കുവാനും കഴിയും എന്നുള്ളതിന്റെ ഉറച്ചുനിന്നവർ പോരാടിയപ്പോൾ 15 മാസം ഉറച്ചുനിന്ന്, ചരിത്രത്തിൽ ഇന്നേ വരെ അങ്ങനെ ഒരു പോരാട്ടം നടന്നിട്ടില്ല. 15 മാസം നിരന്തരമായ ചെറുത്തുനിൽപ്പ് ഈ കൊച്ചു സംഘം നടത്തിയപ്പോൾ അവർക്ക് വിജയിക്കാൻ സാധിച്ചു. ശത്രു പരാജയപ്പെടുകയാണ്. ഏറ്റവും വലിയ പരാജയം എന്ന് പറയുന്നത് ഇസ്രയേലിലെ ചിന്തകന്മാരായിട്ടുള്ള, ചരിത്രകാരന്മാരായിട്ടുള്ള, ബുദ്ധിജീവികളായിട്ടുള്ള ആളുകൾ തന്നെ പറയുന്നു, ദ ബിഗിനിങ് ഓഫ് ദി എൻഡ്, ഇത് ഒടുക്കത്തിന്റെ തുടക്കമാണ് എന്ന്. ഇത് ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം, സയനിസ്റ്റ് രാഷ്ട്രത്തെ സംബന്ധിച്ചിടത്തോളം ഒടുക്കത്തിന്റെ തുടക്കമാണ് എന്ന്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് അക്രമികളുടെ ഒടുക്കത്തിന്റെ തുടക്കമാക്കി മാറ്റുമാറാവട്ടെ. ചരിത്രത്തിന്റെ ഭൂപടത്തിൽ ഇനി ഏറെക്കാലം ഇസ്രായേൽ ജീവിച്ചിരിക്കുകയില്ല എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അള്ളാഹു സഹായിക്കുമാറാവട്ടെ. പ്രിയമുള്ളവരെ, നമ്മെ മസ്ജിദിനെ സഹായിച്ച സഹോദരിമാരുണ്ട്, സഹോദരങ്ങളുണ്ട്. ഇപ്പോ കഴിഞ്ഞ ദിവസം നമ്മുടെ സെക്രട്ടറി ഭവന നിർമ്മാണ പദ്ധതിയിലേക്ക് വല്ലതും എന്തെങ്കിലും നൽകണമെന്ന് പറഞ്ഞപ്പോൾ 2 സഹോദരിമാർ, ഒരു സഹോദരി 50,000 രൂപ, മറ്റൊരു സഹോദരി 20,000 രൂപ, വേറൊരു സഹോദരൻ 5,000 രൂപ, 75,000 രൂപ മികയാ മുന്നോട്ട് വന്നുകൊണ്ട് അവർ നൽകുകയുണ്ടായി ഫീ സബീലില്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് പകരം ഉന്നതമായ പ്രതിഫലം അവർക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവിന്റെ സമ്പത്തിലും സന്താനങ്ങളിലുമെല്ലാം ഖൈറും ബറക്കത്തും നൽകുമാറാവട്ടെ. സദഖ കാരണമെല്ലാ ബലാഉ മുസീബത്തുകളിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഈ പള്ളിയിൽ തന്നെ ഒരുപാട് സഹോദരന്മാർ, രോഗമുള്ളവർ, പ്രയാസപ്പെടുന്നവരുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെയൊക്കെ രോഗങ്ങൾക്ക് ശിഫാ നൽകി ദീർഘായുസ്സും ആഫിയത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വീട്ടിലിരിക്കുന്നവരുണ്ട്, പള്ളിയിലേക്ക് വന്നവർ, ജമാഅത്തിനും ജുമാഅക്കും വരാൻ കഴിയാതെ വീട്ടിലിരിക്കുന്ന സഹോദരന്മാരുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കെല്ലാം ജുമാഅയിലും ജമാഅത്തിലും പങ്കെടുത്തതിനുള്ള പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. രോഗങ്ങൾക്ക് ശമനം നൽകുമാറാവട്ടെ. ദീർഘായുസ്സും ആഫിയത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി വ യാ ഖാദിയൽ ഹാജാത്ത്. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. اللهم دمر اعداءنا واعداءك واعداء الدين
اللهم شتت شملهم وفرق جمعهم وزلزل أقدامهم يا رب العالمين. اللهم انصر جيوش المسلمين في فلسطين. اللهم انصر جيوش المسلمين في فلسطين. اللهم انصر جيوش المسلمين في فلسطين. اللهم انصر المسلمين المستضعفين في كل مكان. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم أجرنا من النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. عباد الله أقم الصلاة.